പേപ്പറിൽ വന്ന ന്യൂസ് അല്ലല്ലോ. അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ. സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതൊന്നും അല്ലത്. ഇതിങ്ങനെ പിന്നെന്താ സംഭവിച്ചാൽ ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട ഒരു ന്യൂസുകളിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കടുവയിനടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത്. അല്ല, പത്രക്കാർക്ക് അയച്ചു കൊടുത്താരാ? പത്രക്കാർ ചോദിച്ചു മേടിക്കാണ്, ഞാനായിട്ട് അയച്ചു കൊടുക്കല്ലേ. നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ. നിങ്ങൾ കണ്ടു എന്നും പറഞ്ഞ് അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ട് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ? അല്ലാതെ പത്രത്തിലെ റിപ്പോർട്ടർമാർ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തു. നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ എവിടത്തെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ലേ? അവരടുത്ത് പറഞ്ഞു ഇത് എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞവർ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു ഇതിന്റെ ഫോട്ടോ. കടുവ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇവിടെ കടുവേനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് കൂട് വെച്ചിട്ടുണ്ട്, ഓടിച്ചു വിട്ടിട്ടുണ്ട്. പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങൾ ഈ ഞങ്ങൾ പുലിയും കടുവനെയും വന്യമൃഗങ്ങളൊക്കെ ആക്രമിച്ചവരുടെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ്. ആണല്ലോ ഇത്? ഇവിടെ ഇഷ്ടം പോലെ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്. നിങ്ങൾ ഈ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ? ഇപ്പം നിങ്ങളിപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് കടുവ വന്ന് നിന്നു, നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്തു, നിങ്ങൾ വീഡിയോ എടുത്തു, അത് അയച്ചു, നിങ്ങളൊന്ന് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാരക എഡിറ്റിംഗ്. പക്ഷേ സംഭവം ചെറുതായിട്ട് പാളിപ്പോയി. അതുകൊണ്ട് സത്യാവസ്ഥ പുറത്തു വന്നു. കരുവാരക്കുണ്ടിൽ കടുവയുടെ എഡിറ്റ് ചെയ്ത വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കരുവാരക്കുണ്ട് സ്വദേശി ജെറനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കടുവയെ കണ്ടതായി മാധ്യമങ്ങളോടടക്കം പറഞ്ഞ യുവാവാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തത്. വനംവകുപ്പിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ദിവസമാണ് കരുവാരക്കുണ്ട് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയെന്ന പേരിൽ ജെറിൻ വീഡിയോ പ്രചരിപ്പിച്ചത്. കരുവാരക്കുണ്ട് ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപം കടുവയും താനും റോഡിൽ നേർക്കുനേർ നിന്നുവെന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. എന്നാൽ കടുവയുടെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്ന് വനംവകുപ്പ് കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടെ ആർത്തല ചായത്തോട്ടത്തിന് സമീപം കാടുമൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ വഴിയോട് ചേർന്നാണ് കടുവയെ കണ്ടതെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. കടുവയെ തൊട്ടടുത്തല്ല കണ്ടതെന്നും ഫോണിൽ സൂം ചെയ്താണ് വീഡിയോ പകർത്തിയതെന്നുമാണ് ഇയാൾ പറഞ്ഞിരുന്നത്. സംഭവം ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു. തുടർന്ന് വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. ഈ ചാനൽ കരുവാരക്കുണ്ട്. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്.